ഹായ് കൂട്ടുകാരി, നമ്മൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലാണുള്ളത്. നെയ്യാർ നദീതീരത്തുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കോട്ടൂർ ആന ഗവേഷണ കേന്ദ്രം. ഇവിടെ ധാരാളം വലുതും ചെറുതുമായ ആനകളുണ്ട്. ഇവിടുത്തെ ആനകൾക്ക് പ്രത്യേക രീതിയിലുള്ള ദിനചര്യയാണ്. രാവിലെ തന്നെ ആനകൾ കുളിക്കാനിറങ്ങിയേക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. പാപ്പാന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ആനകൾ വിവിധ രീതിയിൽ നിന്ന് കൊടുക്കുകയും അവർ അതിനെ വൃത്തിയായി കുളിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ആ മനോഹര ദൃശ്യം ആസ്വദിക്കുന്ന തിരക്കിലാണ്. അതെങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ എന്ത് രസമാണെന്നോ. ഒരു മടുപ്പും കൂടാതെ നമുക്ക് അങ്ങനെ നിൽക്കാൻ തോന്നും. അവിടെ ഇവിടെ ഒരു ആന ചരിഞ്ഞ് കിടന്നു കൊടുക്കുകയാണ്. അതിനനുസരിച്ച് പാപ്പാന്മാർ അതിനെ കുളിപ്പിക്കുകയും തേക്കുകയും ചെയ്തു. ഇടയ്ക്ക് കണ്ടോ തുമ്പിക്കൈ ഉയർത്തി ശ്വാസം എടുക്കുന്ന ദൃശ്യങ്ങളും കാണാൻ പറ്റും. തൊട്ടടുത്തായി വേറൊരാന നിൽപ്പുണ്ട്. അവൻ്റെ വാല് എല്ലാം ശരിക്കും തേച്ച് പിടിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നെയ്യാർ നദിയും അതിന് ചുറ്റുമുള്ള വനപ്രദേശവും കാണാൻ എന്ത് രസമാണ്. വിശാലമായുള്ള കുളിയാണ്. നല്ല സമയമെടുത്ത് തന്നെയാണ് അവയെ കുളിപ്പിക്കുന്നത്. ഒരു മടുപ്പും കൂടാതെ എത്ര നേരം വേണേലും ഈ കാഴ്ച നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും. പാപ്പാന്മാരുടെ കുളിപ്പീര് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വയം കുളിക്കുന്നതാണ് കാണുന്നത്. വെള്ളം ഇങ്ങനെ ചീറ്റി പുറത്തേക്ക് എറിയുന്ന ആ ഒരു കാഴ്ച അത് കണ്ടു നിൽക്കാനുള്ളത് തന്നെയാണ്. ഇവിടെ തന്നെ നമുക്ക് ബോട്ടിങ്ങുമുണ്ട്, ചങ്ങാടമുണ്ട്, പെഡൽ ബോട്ടിംഗ് ഉണ്ട്. അത് പ്രത്യേക റേറ്റ് കൊടുത്തിട്ട് നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതിന് കയറി നമുക്ക് ആ നെയ്യാർ നദിയിലൂടെ ബോട്ടിങ് നടത്താൻ പറ്റും. പിന്നെ പുട്ടവഞ്ചി സവാരിയുണ്ട്. പിന്നെ ധാരാളം പുട്ടവഞ്ചികൾ അവിടെ പഴയതായത് അതായത് ചീത്തയായി പോയ പുട്ടവഞ്ചികളൊക്കെ അവിടെ ഇങ്ങനെ സ്ഥാപിച്ചേക്കുന്നതും അവിടെയൊക്കെ നിന്ന് ധാരാളം ഫോട്ടോ എടുക്കാനും പറ്റും. കുളിയൊക്കെ കഴിഞ്ഞ് ആനയൂട്ടിനുള്ള സമയമായി. അതിൻ്റെ പ്രഭാതം ഭക്ഷണം കഴിക്കാനുള്ള പോക്കാണ്. ഇതാ പാപ്പാൻ വലിയൊരു ഉരുള എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. അത് വയലിലേക്ക് വെച്ച് കൊടുക്കുകയും ആന കഴിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ഇതാണ് ആനയൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ആനയൂട്ടിൻ്റെ ഫുഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ശർക്കര, പിന്നെ വിവിധ തരത്തിലുള്ള പഴങ്ങൾ, അതിന് വേണ്ടുന്ന ആയുർവേദ മരുന്നുകളെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ ആനയൂട്ടിൽ കൊടുക്കുന്ന ആഹാരം. അരി, തൻ്റെ ഓരോരോ ഉരുളയ്ക്കായിട്ട് അത് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അത് ആനക്കൊട്ടിലേക്ക് പോവുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെ ധാരാളം ആനക്കൊട്ടിലുകളുണ്ട്. പിന്നെ കോൺഫറൻസ് ഹാളുകളുണ്ട്, ഗസ്റ്റ് ഹൗസുകളുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 56 കിലോമീറ്റർ ചുറ്റളവിനകത്ത് കിടക്കുന്ന ഒരു മനോഹരമായ പ്രദേശമാണ് കോട്ടൂർ ആന പുനരധിവാസ സെൻറ്റർ. ധാരാളം ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ മതി വരുവോളം ആസ്വദിച്ച് ധാരാളം ഫോട്ടോകളൊക്കെ എടുത്ത് തിരികെ പോകും.